നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് കേട്ടോ. അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു ജീവിയാണ്. പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി. ഈ ഇരിക്കുന്ന ക്രെസ്റ്റഡ് ഹോക്കികളാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമുക്കിതാ ഈ ആനക്കൂട്ടത്തെയാണ് കിട്ടിയത്. അവർ റോഡ് ക്രോസ് ചെയ്യാനുള്ള വരവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി കൊടുത്തു. കൂട്ടത്തിലൊരു പൊടി കുഞ്ഞൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ഡേഞ്ചറസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു ഉച്ച സമയമായിട്ട് തന്നെ ഈ പ്രാവശ്യം കാട്ടിൽ കയറിയപ്പോൾ മുതൽ അത്യാവശ്യം സൈറ്റിങ്സ് കിട്ടുന്നുണ്ട്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഈ സമയത്ത്. അങ്ങനെ നമ്മൾ ആനമല ടൈഗർ റിസർവ് കഴിഞ്ഞ് പറമ്പിക്കുളത്തേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ നമ്മളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ടെൻറ്റ് സ്റ്റേ ആണ്. പറമ്പിക്കുളത്ത് എനിക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ള സ്റ്റേ ആണിത്. പെർ ഹെഡ് 1000 രൂപ വെച്ചേ വരുന്നുള്ളൂ. 2 പേർക്ക് ഒരു ടെൻറ്റിൽ താമസിക്കാം. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. കൂടാതെ നമ്മുടെ കാറൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ടെൻ്റാണെങ്കിലും ഉള്ളിൽ കട്ടിലും ഫാനും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഈ ടെൻറ്റിൻ്റെ മുറ്റത്തും പരിസരത്തൊക്കെ ആയിട്ട് അത്യാവശ്യം അനിമൽസൊക്കെ വരാറുണ്ട്. നമ്മുടെ ടെൻറ്റിന് ചുറ്റും ഫെൻസിങ്ങോ ഡ്രെഞ്ചോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആനിമൽസൊക്കെ നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ മുന്നിൽ കരടി വരെ വരാറുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കോഴി വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിലും കോഴിയെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ അടുത്തേക്ക് വരുന്ന മയിലിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളും മറ്റും ഇതിനെ ഫീഡ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടാവാം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഇത് അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. തീറ്റ കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാവാം. വൈഡ് ലെൻസ് ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഈ മയിൽ നമ്മളെ എത്രത്തോളം ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. ഈ സ്റ്റേയിൽ നമുക്ക് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ കൊടുക്കണം. ഒന്നെങ്കിൽ ഇവിടുത്തെ ക്യാൻറ്റീനിൽ പറയണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മെസ്സ് ഉണ്ട്, അവിടെ പറഞ്ഞാലും മതി. അവിടെ പെർ ഹെഡ് ഫുഡിന് 200 രൂപയാണ് ചാർജ് വരുന്നത് ഒരു നേരത്തേക്ക്. അതിൽ നമുക്ക് ബൊഫേ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് അവർ തരുന്നത്. അതുകൊണ്ട് ഒട്ടും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. സന്ധ്യ ആയപ്പോഴേക്കും മാനുകളൊക്കെ അടുത്തേക്ക് വന്നു തുടങ്ങി. കടുവയും പുലിയും പോലെയുള്ള പ്രിഡേറ്റേഴ്സിനെ പേടിച്ചിട്ടാണ് ഈ മാൻ, കാട്ടി തുടങ്ങിയ മൃഗങ്ങളൊക്കെ മനുഷ്യ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് ഈവനിങ് ആകുമ്പോഴേക്കും ഇറങ്ങി വരുന്നത്. അവർ രാത്രി മുഴുവൻ അവിടെയാണ് കഴിച്ചു കൂട്ടാറ്. കാരണം മനുഷ്യ സാന്നിധ്യം കൂടുതലുള്ള ഏരിയയിലേക്ക് ഈ പ്രിഡേറ്റർ ആനിമൽസ് വരൽ വളരെ കുറവാണ്.
അതുകൊണ്ട് തന്നെ ഇവരവിടെ കുറച്ച് സേഫ് ആയിരിക്കും എന്ന് ഇവർക്കൊരു തോന്നലുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു ജീവിയാണ് ഇന്ത്യൻ ഫ്ലൈയിങ് സ്ക്വിറൽ അഥവാ പറക്കുന്ന അണ്ണാൻ എന്നൊക്കെ പറയും. രാത്രി മാത്രം പുറത്തിറങ്ങുന്നതുകൊണ്ടും കാട്ടിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ടും ഇവരെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഈ ട്രിപ്പിൽ കുറച്ച് ഭാഗ്യം കൂടുതലായതുകൊണ്ട് നമ്മുടെ ടെൻറ്റിൻ്റെ നേരെ മുന്നിലുള്ള മരത്തിൽ ഇവരുടെ കൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോസൊക്കെ നല്ലോണം എടുക്കാനും ഇവരെ കുറച്ചധികം നേരം കാണാനും സാധിച്ചു. വരണ്ട ഇലപൊഴിയും കാടുകളിലും നിത്യഹരിത വനങ്ങളിലുമാണ് ഇവരെ പൊതുവെ കാണാറ്. ഇവരുടെ പ്രധാന ഭക്ഷണം പഴങ്ങളാണെങ്കിലും മരത്തൊലിയും മരക്കറയും മുളകളും പ്രാണികളും ലാവകളും എല്ലാം ഇവർ കഴിക്കാറുണ്ട്. ഒരു പ്രസവത്തിൽ ഒറ്റ കുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഇവരുടെ കുട്ടികൾ ജനിക്കുമ്പോൾ അന്ധരായിരിക്കും. ശരിക്കും ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ മലയാളം പറക്കുന്ന എണ്ണാൻ എന്നാണെങ്കിലും ഇവരെ മലയാളത്തിൽ പാറാൻ എന്നാണ് വിളിക്കാറ്. ചെറിയ ജമ്പ് കിട്ടിയില്ലേ, സൂം ഔട്ട് ചെയ്തിട്ട് കേട്ടോ. ക്ലോസ് വിഷ്വൽസ് ഒക്കെ കിട്ടിയില്ലേ, ഇനി സൂം ഔട്ട് ചെയ്തിട്ടോ. ഇവിടുന്ന് അവൻ്റെ ക്ലോസ് വെച്ചോ, ഇവിടുന്ന് അവൻ്റെ ക്ലോസ് വെച്ചോ. ക്ലോസ് നല്ല കിട്ടിണ്ടാ. നമ്മൾ നോക്കുന്നത് മാൻകൂട്ടത്തിനിടയിൽ അതാ ഒരു കാട്ടുമുയലും ചാടി ചാടി നടക്കുന്നുണ്ട്. ആളും മനുഷ്യ സാന്നിധ്യം തേടി വന്നതായിരിക്കാം. കാരണം ഇവരെയും പുള്ളിപ്പുലി ആഹാരമാക്കാറുണ്ട് മെയിനായിട്ടും. നാളെ രാവിലെ നമുക്കൊരു സഫാരി ഉണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ പറമ്പിക്കുളം ടൗൺ വരെ അവിടെ നിന്ന് തിരിച്ചു. സഫാരിയിൽ നമുക്ക് ആദ്യം കിട്ടിയത് ഒരു പുള്ളിപ്പുലിയാണ്. നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിതിനെ കിട്ടിയത്. റോഡിൻ്റെ നടുക്കിരുന്ന പുള്ളിപ്പുലി നമ്മുടെ കാറിൻ്റെ വെട്ടം കണ്ടിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ആദ്യമായിട്ടാണ് ഒരു പുള്ളിപ്പുലി ഇത്രയും സ്ലോ ആയിട്ടും ബോൾഡായിട്ടും നടന്നു പോകുന്നത് ഞാൻ കാണുന്നത്. സാധാരണ ടൈഗേഴ്സാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് പോവുക. പുള്ളിപ്പുലികൾ ഒരു ചെറിയ അനക്കം കേട്ടാൽ ഉടനെ ഓടി ഉള്ളിൽ പോകാറാണ് പതിവ്. അടുത്ത സൈറ്റിംഗ് നമുക്ക് കിട്ടിയത് ഒരു സെർപ്പൻറ്റീഗിളാണ്. സാധാരണ ഫസ്റ്റ് സൈറ്റിംഗ് ഇതിനെയാണ് കിട്ടാറ് ഇവിടെ വരുമ്പോൾ. ഇപ്രാവശ്യം എന്തോ നേരം കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ ഈ ട്രിപ്പിൽ നമുക്ക് കുറച്ച് ഭാഗ്യമുണ്ടെന്ന്. അടുത്തായിട്ട് നമുക്ക് കിട്ടിയ സൈറ്റിംഗ് ഒരു ആനയുടെയാണ്.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊമ്പനും പിടിയും കൂട്ടവും ഒക്കെ ആയിട്ട് ഈ ട്രിപ്പിൽ നമുക്ക് അത്യാവശ്യം ആന സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് നീൽഗിരി ലങ്കൂർ എന്ന കരിങ്കുരങ്ങാണ്. പലരും ഇതിനെ സിംഹവാലൻകുരങ്ങായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇവർ രണ്ടും വ്യത്യസ്തരാണ്. ഇവരുടെ കറുത്ത കളറും തലയിലുള്ള ആ വെള്ള കളറും ഒക്കെയാണ് ആളുകൾക്ക് ഇവർ തമ്മിൽ മാറിപ്പോകാനുള്ള കാരണം. ഇതാണ് പറമ്പിക്കുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായ കന്നിമര തേക്ക്. ഒരുപാട് വർഷത്തിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു തേക്കാണിത്. കൂടാതെ ഒരുപാട് കഥകളും ഈ തേക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ കാണുന്ന മുളകളൊക്കെ പൂത്തു നിൽക്കുകയാണ്. ഒരിക്കൽ മാത്രം പൂക്കുകയും പൂത്താലുടനെ കരിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു സസ്യമാണ് മുള. ഏകദേശം 50 വർഷത്തോളം എടുക്കും ഒരു മുള പൂക്കാനും അതിൽ നിന്ന് മുളയേരിയും മറ്റും കിട്ടാനും. അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി അതാ റോഡിൽ കുറച്ച് മാനകൾ ഓടിക്കളിക്കുന്നു. ഈ പ്രാവശ്യത്തെ സഫാരി അത്യാവശ്യം സൈറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു എനിക്ക്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.